my dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോവാലന്റ് ബോണ്ടിങ്ങിനെ പറ്റിയായിരുന്നു പഠിച്ചിരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡൗട്ടുകൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങൾ ആ ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു അവില് പരുവത്തിലാവും. അതായത് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഡൗട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? In a covalent bond, the relative ability of each atom to attract a bonded pair of electron towards itself is called electronegativity. അതായത് കോവാലന്റ് ബോണ്ട് ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാൻ അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഫിഗർ നൽകിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു ഓക്സിജനും ഉണ്ട്, ഒരു നൈട്രജനും ഉണ്ട്. ഇതിൽ ഓക്സിജൻ എന്ന് പറയുന്നത് നൈട്രജനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആറ്റം മറ്റൊരു ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റുക? അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് വിശദമായിട്ട് പഠിക്കാം. എന്താണ് കോവാലന്റ് ബോണ്ടിങ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കോവാലന്റ് ബോണ്ടിങ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കോവാലന്റ് മോളിക്യൂൾസിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോവാലന്റ് ബോണ്ടിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ പെയേഴ്സ് അവ രണ്ടും കൂടി ചേർന്ന ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഹൈഡ്രജനും അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഫ്ലൂറിനും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻസിറ്റിയും ഫ്ലൂറിൻ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കുമോ? അപ്പോൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അതെന്തൊക്കെയായിരിക്കും? എങ്ങനെയാണ് നമുക്ക് ഒരു ആറ്റത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലെന്നും ഒരു ആറ്റത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെ മെഷർ ചെയ്യാം? ലൈനസ് പോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ്, അമേരിക്കൻ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കെയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആണ്. അതിൽ ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 0 മുതൽ 4 വരെ അതിൻ്റെ ഇടയിലാണ് ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 0 ആണെങ്കിൽ, 0നോട് അടുത്ത വാല്യൂ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കുറവാണെന്നാണ് മീനിങ്. ഇനി ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 4നോട് അടുത്ത വാല്യൂ ആണെങ്കിൽ അതിന് മീനിങ് എന്ന് പറയുന്നത് ആ ആറ്റത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ഒരു ആറ്റത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ആറ്റത്തിന് അട്രാക്റ്റ് ചെയ്യാനുള്ള അബിലിറ്റി ലോ ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇനി ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈ എന്താണ്, ലോ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഓരോ കോമ്പൗണ്ട്സിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കണ്ടെത്തിയതിൻ്റെ ശേഷം, അതായത് കോമ്പൗണ്ട്സിലുള്ള ഓരോ എലമെൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കണ്ടതിൻ്റെ ശേഷം ആ ഒരു കോമ്പൗണ്ടിൻ്റെ നാച്ചർ എന്താണെന്നുള്ളത് നിങ്ങളോട് ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഓരോ ആറ്റത്തിൻ്റെയും ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമുക്കിപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ കാർബണ് എത്രയാണ് വരുന്നത്?
കാർബണിൻ്റെത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.55 ആണ്. അതുപോലെ ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.44 ആണ്. അപ്പോൾ ഈ ഒരു ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ നിന്ന് കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പം നമുക്കൊരു ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് വാല്യൂ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് ഈ ഒരു കോമ്പൗണ്ട്, അതായത് ഈ ഒരു കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് കോവാലൻ്റ് ആണോ അയോണിക് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഇപ്പോൾ ഈ ഒരു വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 1.7 കുറവാണെങ്കിൽ അതെന്താണ്, കോവാലൻ്റ് ബോണ്ടായിരിക്കും. ഇനി ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ്, അതായത് നമ്മൾ ഏത് കോമ്പൗണ്ടാണ് എടുക്കുന്നത് ആ കോമ്പൗണ്ടിൻ്റെ എലമെൻസിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1.7 കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, ആ ഒരു കോമ്പൗണ്ടിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അയോണിക് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഫ്ലൂറിൻ ആണ് ഹൈയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏകദേശം 4 അടുത്തിട്ടാണ്, 3.98 ആണ് അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്രാൻഷ്യത്തിനാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫ്ലൂറിന് ഹൈയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളതും അതുപോലെ ഈ ഒരു ഫ്രാൻഷ്യത്തിന് ലോവസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നതും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും. ഇത് എന്താണ്, നമ്മുടെ അറ്റോമിക് സൈസിനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അത് പറയുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു പ്രോബ്ലം, അതായത് നിങ്ങൾ ആ ഒരു ടേബിൾ ഇല്ലേ, അത് ഫില്ല് ചെയ്യുന്നത് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ അതേ ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് അതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കിയോ? ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണല്ലേ. ജസ്റ്റ് മൈനസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ നാച്ചർ ഓഫ് കോമ്പൗണ്ട് ഇല്ല, അത് നിങ്ങൾ സ്വയം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ സേവ് ആണെങ്കിൽ, അത് നിങ്ങൾ സ്വയം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർമ്മ കൂടുതലായിരിക്കും ആ ഒരു കാര്യം. അതായത് നിങ്ങളിപ്പം ഒരു കാര്യം നോക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. നേരെ മറിച്ച് നിങ്ങളത് സ്വയം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഓരോ കാര്യങ്ങളും നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതാതെ ഓരോന്നും എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് 1.7 കുറവാണെങ്കിൽ കോവാലൻ്റ് ബോണ്ടും, ഇനി 1.7 കൂടുതലാണെങ്കിൽ അതെന്താണ്, അയോണിക് ബോണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ സൈസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫ്രാൻഷ്യത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഷെല്ലുകളുടെ എണ്ണം കൂടുതലാണ്. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ആറ്റത്തിൻ്റെ സൈസ് കൂടും. ആറ്റത്തിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഇനി ഫ്ലൂറിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണാം. അതായത് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ എന്തുകൊണ്ടാണ് ഫ്ലൂറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലും അതുപോലെ ഫ്രാൻഷ്യത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവും എന്നുള്ള. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പിൽ നിന്ന് മേലെ നിന്ന് താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പീരീഡ് എടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആറ്റത്തിൻ്റെ സൈസ് കുറയുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമെന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്? അതായത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു ഒരു കോവാലൻ്റ് ബോണ്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ പെയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത ആറ്റംസ് ആ ഒരു ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാൻ അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് തലത്തിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽസൊക്കെ കുറേ സയൻറ്റിസ്റ്റൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ
അമേരിക്കൻ സയൻറ്റിസ്റ്റായ ലീനസ് പോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സയൻറ്റിസ്റ്റാണ് പ്രപ്പോസ് ചെയ്ത ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് വൈഡ്ലി അക്സെപ്റ്റ്, യൂണിവേഴ്സലി ആയിട്ട് എല്ലാവരുടെയും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ലീനസ് പോളിങ്ങിൻ്റെ ആ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ്. പിന്നെ ഈ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി, ഈ ഒരു ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 4 ആണ്. അതായത് 0 മുതൽ 4ൻ്റെ ഇടയിലായിരിക്കും ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോസ്റ്റ് നെഗറ്റിവിറ്റി എലമെൻ്റാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ നാച്ചർ പറയാൻ പറ്റും. എങ്ങനെ? ഇപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് 1.7 കൂടുതലാണെങ്കിൽ എന്താണ് അത്? അയോണിക് ക്യാരക്ടറാണ് കാണിക്കുക. ഇനിയിപ്പോൾ 1.7 അതായത് രണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 1.7 ലെസ് ആണെങ്കിൽ അത് ആ ഒരു കോമ്പൗണ്ട് ഷോ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് കോവാലൻ്റ് നാച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോളാർ നേച്ചറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എക്സാം അടുത്ത് വരികയാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.